ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പ് മാത്രമാണ്, പക്ഷേ ഒരു വലിയൊരു നോളജ് അല്ല. പക്ഷേ എല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഇതാണ് എനിക്കറിയേണ്ടത്. കാരണം പലരോടും ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഫീൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, സ്വന്തം വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും അറിയത്തില്ല. പക്ഷേ പുതിയ പുതിയ വാഹനങ്ങളും പുതിയ വരുന്ന പ്രീമിയം വാഹനങ്ങളും ഇതിനെക്കുറിച്ച് എല്ലാം അറിയായിരിക്കും. പക്ഷേ ഈ വാഹനത്തിൻ്റെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. അത് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, വളരെ കുറച്ച് പേര്. ആ വളരെ കുറച്ച് പേര് ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ വാഹനത്തിന് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട സർവീസ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വാഹനം സർവീസിന് കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളൊരു വിലയിരുത്തൽ നിങ്ങൾക്കും കൂടെ സ്വയം വേണം. അല്ലാതെ അവരെന്നെ പറ്റിക്കുകയല്ലേ, ഈ ഒരു ചിന്തയായിട്ട് ഒരു കാരണവശാലും നടക്കില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഞാൻ പലപ്പോഴും ഇതുപോലത്തെ ചില കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഭാഗം, അതായത് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വാഹനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഒന്നും പറയത്തില്ല. പക്ഷേ എന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ എപ്പോഴും നിർബന്ധം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം എപ്പോഴാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് ചെയ്തത്, അല്ലെങ്കിൽ ഇനി അടുത്ത സർവീസ് എന്തൊക്കെയാണ് വരുന്നത്, അടുത്ത സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പാർട്സുകൾ മാറണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളുടെ വാഹനത്തിന് എന്ത് സർവീസാണ് വരുന്നത് ചോദിച്ചാൽ അറിയാം. ഫ്യൂവൽ ഫിൽറ്റർ എന്നാണ് ലാസ്റ്റ് മാറിയത്, എത്ര കിലോമീറ്ററിലാണ് മാറിയത്, ഇനി എന്നാണ് മാറാനുള്ളത്, ഇതെല്ലാം നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ ചെന്ന് ചോദിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓണേഴ്സ് മാനുവലി നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഓരോ സർവീസും കൃത്യമായ ഇൻ്റർവെൽ, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ സർവീസിൽ, അല്ലെങ്കിൽ ഓരോ സർവീസിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സർവീസ് ബുക്ക് അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ച് നോക്കി അതിൻ്റെ ഇൻസ്പെക്ഷൻ, അതായത് ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് എന്നുള്ളൊരു പേജ് മാത്രം ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വാഹനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഓയിൽ മാറേണ്ടത്, എപ്പോഴാണ് ഫ്യൂൽ ഫിൽറ്റർ മാറേണ്ടത്, എപ്പോഴാണ് എയർ ഫിൽറ്റർ മാറേണ്ടത്, എപ്പോഴാണ് പ്ലഗ് മാറേണ്ടത്, ബൂസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് എപ്പോഴാണ് മാറേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഓണേഴ്സ് മാനുവൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പഠിച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള വാഹനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവേ പലരും പല അറിവുള്ള ആൾക്കാരാണെങ്കിൽ പോലും സ്വന്തം വാഹനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പലപ്പോഴും അറിയാറില്ല. അതൊരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ അതും കൂടെ നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിന് എപ്പോഴാണ് ലാസ്റ്റ് സർവീസ് ചെയ്തത്, ഇനി അടുത്ത സർവീസ് എന്നാണ്, എന്തൊക്കെ പാർട്സ് അടുത്ത സർവീസിന് മാറേണ്ടി വരും, ഏകദേശം അപ്രോക്സിമേറ്റ് നമുക്കൊരു ബില്ല് എത്ര വരുമായിരിക്കും. കാരണം കറക്റ്റ് പറയാൻ പറ്റില്ല. ബ്രേക്ക് പാഡ് വല്ലതൊക്കെ തീരാറായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുഷിന് വല്ലതും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ വന്നാൽ നമുക്ക് അഡീഷണൽ വരും. പക്ഷേ ഈ പറഞ്ഞ സർവീസിന് എത്ര വരുമോ എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഒന്ന് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്.